എന്നോട് ചോദിക്കുകയാണ് ഈ തല മാത്രം എടുത്തിട്ട് എന്തിനാ വറുക്കണം, വാല് മാത്രം എന്തിനാ കറി വെക്കണം? അച്ഛൻ്റെ ശരിക്കും പറഞ്ഞത് ഈ വലിയ പീസൊക്കെ വറുക്കേണ്ടതാണ്. ഇത് ഇതിലത്തെ വലുത് തലയാണ് ശരിക്കും കറി വെക്കുന്നത്. ഇനി മാറ്റണ്ട. അച്ചാറൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത് ചൂടൊക്കെ ആറിയിട്ട് നമ്മുടെ ഭരണിയിലേക്ക് അങ്ങോട്ടേക്ക് ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ട് ഞാൻ നെല്ലിക്കച്ചാർ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് എന്തായാലും. പക്ഷേ ടേസ്റ്റൊക്കെ നല്ലോണം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കിഷ്ടമായി. ഇതെങ്ങനെ വെക്കണമെന്ന് ഒന്നും നിങ്ങൾ കാണിച്ചൊന്നുമില്ല. എന്താ വെച്ചാൽ ഞാൻ എന്തെങ്കിലും തെറ്റായി വെക്കുകയാണെങ്കിൽ അയ്യോ നിങ്ങളെയൊക്കെ അറിയിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതായതാണ്. അപ്പോൾ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ നെല്ലിക്ക വാങ്ങിക്കുന്ന സമയത്ത് അങ്ങനെ ഇവിടെ രോഷി ഇവിടെ ഉണ്ട്. ഇത് എത്രാമത്തെ ടേസ്റ്റ് നോക്കലാണ്? 5ാമത്തെ. കുറച്ചും കൂടി അമ്മ ചൂടുള്ള വെള്ളം എടുത്ത് കയ്യിൽ ഒഴിച്ച് തന്നിട്ട് അടിപൊളി. നോക്കിയേ ഒരിക്കൽ നോക്കേ ഷർട്ട് ഇടാതെ വന്നെന്ന് പറയും. അത് നമ്മളെന്തിനാ അതൊക്കെ നോക്കണേ? മതി രോഷി, അത് ഇതാവട്ടെ. അപ്പൊ ഇതാ നമ്മുടെ അടിപൊളിയായ അച്ചാർ. മോൾക്ക് സ്വന്തം എങ്ങനെയാണ് നമ്മുടെ നെല്ലിക്ക ചൂടൊക്കെ നന്നായി ആറിയ ശേഷം ഞാൻ ഭരണിയിലേക്ക് അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൂക്ഷിക്കാമല്ലോ. ഒരു 1-2 ആഴ്ചയൊക്കെ ഇങ്ങനെ തട്ടി നീക്കിയൊക്കെ ചോറിനുമ്പോൾ ഒരു നേരം കറിയൊക്കെ ഇല്ലെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ പോകാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഭരണിക്ക് ആക്കുകയാണ്. പക്ഷെ അധിക ദിവസം എടുത്ത് വയ്ക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് കേട് വരുമോയെന്ന് അറിയില്ല. എന്താ വെച്ചാൽ അച്ചാറിന് ഓരോരോ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ കണക്കും കാര്യങ്ങളൊന്നും ഇല്ല. എൻ്റെ ഒരു രീതിക്ക് ഞാൻ വെച്ചെന്നേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റ് ഉണ്ട്, അത്യാവശ്യത്തിന് കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്. അതിൽ തന്നെ ഒരുപാട് സന്തോഷം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ ഇതോടെ നിൽക്കുന്ന നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും എല്ലാതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നൈറ്റ് വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെയൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ ആ മീൻ കുറച്ചെടുത്ത് പൊരിക്കുകയും ചെയ്തു, ബാക്കി കറിയും വെച്ചു. എന്താണെന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് ഇവരൊന്നും ഇവിടെ ഇല്ലെങ്കിലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മീൻ കറിയൊക്കെ വെച്ച് 2 ദിവസത്തേക്ക് ആയല്ലെന്ന് വെച്ചിട്ട് അതിൻ്റെ വാലൊക്കെ എടുത്ത് കറിയും വെച്ചു, തലയൊക്കെ എടുത്ത് വറുക്കുകയും ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ വൈകുന്നേരം ചോറ് വിളമ്പാൻ പോവുകയാണ്. പാപ്പി ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ മീൻ കറിയും ആദ്യം യോഷിക്ക് കൊടുക്കട്ടെ. പാപ്പി ചോറ് വേണ്ടേ? പാപ്പിക്ക് ചോറ് മമ്മ വേണ്ടേ? ഇത് മീൻകറി അല്ല, ഇത് തലേന്നത്തെ വെണ്ടിക്ക കറി. ഇന്നലെ വെണ്ടിക്ക പുളി വെച്ചതുണ്ട്. രോഷി മീൻ കറി കഴിക്കില്ലല്ലോ. അപ്പോൾ രോഷിക്ക് വെണ്ടിക്ക കറി ഇന്നലെ വെച്ച വെണ്ടിക്ക കറി ഉണ്ടായിരുന്നു. പാപ്പിക്ക് പീപ്പി കൂട്ടാൻ തരാം കേട്ടോ അമ്മ. എനിക്ക് വെണ്ടിക്ക കറി ഇതിൽ കുറച്ച് പുളി കൂടെ അച്ഛനവിടെ വെക്ക്. എൻ്റെ പാപ്പൂസിനെ കാണണില്ലല്ലോ. അച്ചാർ അങ്ങനെ നമ്മളുണ്ടാക്കിയ അച്ചാറ് ഇതാ രോഷി എടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ ഭരണിയിൽ അത് ഒന്നുകൂടി നന്നായി തണുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 3 പേർക്ക് ഓരോരോ അച്ചാർ. കാക്ക 3 പേർക്ക് ഓരോ അച്ചാർ. പാപ്പിക്ക് മാത്രം അച്ചാർ. പാപ്പി അമ്മന്റെ കൂടെയാണല്ലോ. അതന്നെ നമ്മുടെ പാപ്പി ഇവിടെ ഇരിക്കുന്നുണ്ട്. വാ ചുന്തിരി കുട്ടീനെ ഇങ്ങോട്ട് ആക്കട്ടെ. ഇത് നിങ്ങൾക്ക് നന്നായി ഇളക്കി തരാം. അയ്യോ ആരും ചട്ടി എന്താ ഇങ്ങനെ ആക്കണമെന്ന് ചോദിക്കരുത്. അച്ചാറിന്റെ ഗ്രേവിക്ക് വേണ്ടിയാണ്. ഇവിടെ എടുത്തേ മതി. അയ്യോ ഇടുപ്പ് വേദന. എനിക്ക് ഇരുന്നാ എണിച്ചാ വേദന. പാപ്പിന് ഇനിയും കാണുന്നില്ല. എന്താ പാപ്പി താഴെ നിന്ന് കഴിക്കണം. പാപ്പി താഴെ ഇരിക്കില്ല. അവള് താഴെ. പിന്നെ എനിക്ക് കുറച്ച് ഒരു വെണ്ടയ്ക്കയും ഒരു ഉപ്പേരിയും കൂടെ ഉണ്ട്. വീഡിയോ വരാൻ പേടി, ഷർട്ട് കാണും. അങ്ങനെയൊന്നും പറയരുത്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല.
സുന്ദരി കുട്ടി ഇവിടെ താഴെ വന്നിരിക്കും ചോറിനാ. സുന്ദരി ഇന്ന് താഴെയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് ഭയങ്കര വെള്ളം. നമ്മള് ചോറുണ്ടാ. ഹേ പാപ്പി താഴെ ചേറ് മാറ്റി അച്ഛനും വിളിക്കും. ഒക്കെ വട്ടത്തിലിരുന്ന് ചോറിനാ. അല്ലെങ്കിൽ ഞാനും അച്ഛനും താഴെ അമ്മയും പാപ്പി. ഞങ്ങള് പാപ്പിനെ ചെയറിലിരുത്തും. ഇരുത്തിയിട്ട് പാപ്പിക്ക് പി ഉണ്ട് കേട്ടോ ചോറിനാൻ കൂട്ടാൻ. അച്ഛനോട് ഞാൻ ആദ്യം കഴിച്ചു. എന്നാലും ഇപ്പൊ ചോദിക്കും പാപ്പിക്ക് എന്താ രോഷി ആദ്യം കൊടുക്കാൻ. അങ്ങനെയൊന്നും ചോദിക്കില്ല. പാപ്പി അമ്മൻ്റെ കൂടെ മീൻ പാപ്പി മീൻ കൂട്ടി കഴിക്കുകയാണ്. ഇതാ കുറച്ച് നെല്ലിക്കച്ചാറും അതിൻ്റെ കറികളൊക്കെ അടുത്ത് ഞാൻ വിളിക്കണം. അച്ഛന് വാഴയുടെ കറിയാണ്. മതിയാ. തേങ്ങയൊന്നും ഇടാതെയാണ് മീൻ കറി വെച്ചിരിക്കുന്നത്. പാപ്പു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പിള്ളേരെ എനിക്ക് മീൻ കൂട്ടി ചോറ് തരുമോ ഇല്ലയോ, അതാ ഞാൻ വാരി ഉണ്ണണാന്നോണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തൽക്കാലം നീ വാരി ഉണ്ണണ്ട. ഒരു ചിരിച്ചിരിക്കും പാപ്പി. അച്ചാറ് കഴിച്ചു നോക്കുക. അച്ഛാ ഉള്ളില് കഴിച്ചു നോക്കാമോ? അത് ഗ്രേവിയിലൊക്കെ ഇങ്ങനെ മുക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റ്. നന്നായിട്ടില്ലേ? അതന്നെ ഞാനും പറഞ്ഞത്. അതാണ് അച്ചാറിട്ട് ഉപ്പിലിടാ വിചാരിച്ചിട്ട് വാങ്ങിച്ചാണ്. കായ്കറിക്കാരൻ വന്നില്ലേ? അപ്പോൾ പച്ചക്കറി നമ്മൾ പാലക്കാട് കായ്കറി പറയും. പച്ചക്കറിക്കാരൻ വന്നപ്പോൾ ഞാൻ പോയി. ക്യാരറ്റും പാപ്പിക്ക് ക്യാരറ്റും ബീട്രൂട്ടും പയറും ഒക്കെ വാങ്ങിച്ചു. അപ്പോൾ അതിൽ നെല്ലിക്ക കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി നെല്ലിക്ക മേടിച്ചാൽ പച്ചമുളകൊക്കെ കീറി ഉപ്പിലിടുന്നമ്മ അങ്ങനെ ചെയ്യാൻ വിചാരിച്ച് ഭരണിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ വിചാരിച്ചു അച്ചാറിടാന്ന്. അങ്ങനെ ഒരാളെ വിളിച്ച് ചോദിച്ച് അച്ചാർ എങ്ങനെയാണ് അയാളുടെ റെസിപ്പി ഉപയോഗിച്ചിട്ടുണ്ടാക്കി ഒരാള് പറഞ്ഞു തന്നതാണ്. ആദ്യം ശരിക്കും അച്ചാർ അയാൾക്ക് തരാന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ ആളൊരു അച്ചാറ് പൊതിച്ചല്ല. അല്ലല്ല ആളച്ചാറ് ഒതിച്ചാണ്. കഞ്ഞി ഒഴിച്ചിട്ട് കഞ്ഞിക്ക് അച്ചാറില്ല സംഭവം. വെള്ളച്ചോറൊക്കെ ഉണ്ണുമ്പോ അച്ചാറൊക്കെ കഴിച്ചു വന്നിട്ടുണ്ടാവും. പാപ്പിക്ക് അച്ചാർ ഇഷ്ടമല്ല. ഇനിയിപ്പോൾ ഈ അച്ചാർ കഴിക്കുന്നുണ്ടോ അത് അറിയില്ല. ചില അച്ചാറൊക്കെ അവള് കഴിക്കും. ഒരുപാട് ഈ അച്ചാറാണെന്ന് തോന്നിപ്പിക്കാത്ത അച്ചാർ. അയ്യാ അവൾക്ക് ആ പുളി അത്രയ്ക്ക് പോകുമ്പോൾ അത് ഇഷ്ടപ്പെടാണ്ട്. അവളിതൊക്കെ കൊണ്ട് ഹാപ്പിയാണ് അല്ലേ പാപ്പി? അതേ മീൻകറിയും കഴിക്കാൻ പറഞ്ഞ അർത്ഥമായിരുന്നു. 10 ദിവസം അങ്ങനെയുണ്ട് സംഭവം. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ ആദ്യമായിട്ട് ഇവിടെ മറ്റേ വരും മൊത്തം പൂക്കൾ ചെണ്ടുമ്പിലിട്ട് സംഭവം. എവിടെ? കടകളിലെ മറ്റേ കട വീടുകളിൽ മുമ്പിൽ ചെടി നമ്മളും പാലക്കാട് ഇരിക്കുമ്പോൾ വെക്കില്ലേ നമ്മുടെ വീട്ടിന് മുന്നിൽ ചെടി ഡെയിലി സംഭവം മേടിക്കുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ഉത്രാട തിരുവോണം 3 ഓണത്തിനും ഞാനൊക്കെ ഇന്ന് പൂ ഇട്ടു, മുറ്റത്തിട്ടു. 3 ദിവസം മാത്രം ഇത്തിരി നല്ലോണം പൂ വാങ്ങിച്ചിട്ട് ഇടണം. അച്ഛനാണ് ചിത്രം വരക്കണം. അച്ഛനാ വെച്ച് നമ്മളല്ല. ഓണമൊക്കെ വരാറായി. ഓണം വന്നു, അത്തം വന്നു. ഇനി അത്തം 10 ഓണം. അത്തം ചിത്തിര ജ്യോതി പിന്നെ ഏതാമ്മ വിശാഖം അങ്ങനെ. പക്ഷെ മീൻ കഴിച്ചു നോക്കാം. ഞാൻ ഇതൊക്കെ കൊണ്ട് സന്തോഷിക്കാം. പച്ച എന്നെ എന്താ വിളിച്ചെന്ന് ആലോചിക്കും. റോന്നാണ് വിളിച്ചത്. എന്റെ പേരിന്റെ ഫസ്റ്റ് അക്ഷരം എടുത്ത് വിളിച്ചു രോ. ചെറുപ്പം മുതൽ ഞാൻ രോഷിയെ വിളിക്കും. പാപ്പിയേ രോഷിയേ. പാപ്പു അമ്മന്റെ സുന്ദരി പാപ്പു വിളിക്കും. പാപ്പിനെ എല്ലാവരും അതേ സുന്ദരി കുട്ടി എന്ന് വിളിക്കും. എന്ത് ചെയ്യാനല്ലേ പാപ്പി? പാപ്പി താഴെ ഇരുന്ന് കഴിക്കണം. മീൻ കൂട്ടി തന്നെ അവള് ചോറണം. ഞാൻ പറഞ്ഞിട്ട് കാണണ്ടല്ലോ അല്ലേ പാപ്പി ഇരിക്കണത്.
കാല് ഇങ്ങനെ കാണുമ്പോ ഞാൻ ഈ കൈ കൊണ്ട് കഴിക്കും പോലെ ഉണ്ടായില്ലല്ലോ. അയ്യോ കാല് മാറ്റി വെച്ചതാണ്. കാക്ക വേണോ? ആ ശരി വെച്ച് തരാം. ചോറ് നിന്നിട്ട് കാക്ക വെക്കാം. നന്നായിട്ടുണ്ടോ പാപ്പോ? കൊള്ളാം. നെല്ലിക്ക അവൾ കഴിക്കുമെന്ന് എനിക്കറിയില്ല. ഇനി ഇത് ചിലപ്പോൾ നെല്ലിക്ക കൊടുത്തിട്ട് ഇഷ്ടപ്പെടാതിരുന്നാലേ ചോറിനതാവും. അങ്ങനെയൊക്കെ സ്വഭാവമുണ്ട്. പക്ഷെ അത് ചില നെല്ലിക്ക ആളുകൾ കഴിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഈ ഇങ്ങനെ ഇതാക്കിയിരുന്നു അപ്പോഴേ കുറെ ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല, മുഖം മാറി. ശരി ഞാൻ അച്ചാറ് കഴിക്കണ്ട, ഒന്നും ബീഫ് കഴിച്ചാൽ മതി. ഇവരൊക്കെ പറഞ്ഞിട്ടാണ് പാപ്പി ഞാൻ എനിക്ക് തന്നത്. മനസ്സിലായി. അല്ലെങ്കിൽ ഞാൻ തരില്ല. ഇവരൊക്കെ പറഞ്ഞു അച്ചാർ ഉണ്ടാക്കിയതല്ലേ പാപ്പിക്ക് ഒത്തിരി കൊടുത്തു നോക്കുക പറഞ്ഞു. ഗ്രേവി കഴിച്ചു പറഞ്ഞ അത് ഉപ്പ് മതിയാന്ന് നോക്കാൻ വേണ്ടിട്ട് അവള് കഴിച്ചു നോക്കിയതല്ലേ. ഉപ്പും എരിവൊക്കെ മതിയാന്ന് നോക്കാൻ. അയില മീനാണ്, മത്തി കിട്ടിയില്ല അല്ലേ? എവിടെയില്ലേ? പോയി ചോദിച്ചാ എവിടെയൊക്കെ ഇല്ല. അപ്പം അയില 1/2 കിലോ വാങ്ങിച്ച് അതിനെയൊക്കെ 2 പീസാക്കി ഒരു 6 പീസ് വറുത്തു, ഒരു 4 പീസ് കറിയും വെച്ചു. ഇത് നമുക്ക് നാളെ വൈകിട്ടും മീൻകറി ഉണ്ടാവില്ലേ? മീൻകറി ഉണ്ട്. നാളേക്ക് തന്നെ മീൻകറിയും മീൻ വറുത്തതൊക്കെ തന്നെ ആയിരിക്കും. എനിക്കും മീൻകറി ബാക്കി ഉണ്ടാവും. പിന്നെ നാളെ ശനിയാഴ്ച അല്ലേ? ശനിയാഴ്ച അല്ലേ? അത്രയും പണിയുണ്ടോ? നാളെ പണിയുണ്ട്. എനിക്കിങ്ങനെ ഇരുന്നിട്ട് ചോറിനാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ ഇരിക്കുകയല്ലേ, നിങ്ങളാദ്യം ഞാൻ മറിഞ്ഞിരിക്കുമ്പോഴത്തെ മാറി ഇരുന്നുകൊണ്ട് ചോറിനാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ഞങ്ങളൊക്കെ ചോറൊക്കെ ഉണ്ണാണ്. ഇതാണ് നമ്മുടെ വൈകുന്നേരത്തെ. ഇങ്ങനെയാണ് നമ്മളെപ്പോഴും സംസാരിച്ചൊക്കെ ചോറുണ്ടാ. കാരണം ഞാനും അച്ഛനൊക്കെ സംസാരിക്കില്ലേ. ഞാൻ ചോറിനൊപ്പം സംസാരിക്കില്ല. അമ്മ മുകളിലിരിക്കണോണ്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടായിരിക്കും കഴിക്കുക. പക്ഷെ അമ്മയ്ക്ക് ചോറിനുമ്പോ സംസാരിക്കണത് ഇഷ്ടമല്ല. പക്ഷെ ചോറിനുമ്പോ സംസാരിച്ചിരുന്ന ചോറുണ്ടോ പോലെ ഒരിതില്ല. പക്ഷെ അച്ഛൻ കഴിക്കുമ്പോഴാണ് ഈ ലെഫ്റ്റ് ഹാൻഡും കൊണ്ട് കഴിക്കുമ്പോൾ തോന്നുന്നത്. ഞാൻ കഴിക്കുമ്പോൾ കറക്റ്റ് അല്ലേ? എല്ലാവരും ലെഫ്റ്റ് കൊണ്ട് തോന്നും, ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട്. ശരിയാണ്. അത് ബാക്ക് ക്യാമറയിലല്ല എടുക്കണം, ഫ്രണ്ട് അല്ലേ? അപ്പൊ തല ഓപ്പോസിറ്റ് അല്ലേ? അപ്പൊ അങ്ങനെയാണ് തോന്നും. മതിയായ എനിക്ക് പാപ്പയിൽ ഇഷ്ടപ്പെട്ട സ്വഭാവം വേണ്ടത് കഴിക്കും, പിന്നെ നിർബന്ധിച്ചാലും കഴിക്കില്ല. എല്ലാവരും ചോറിന് കഴിഞ്ഞ് പ്ലേറ്റ് ഒക്കെ കാലിയാവുന്ന സമയത്ത് എന്നിട്ട് ഇവൾക്ക് വേണ്ടി നമ്മള് 2ാം പ്രാവശ്യം ചോറെടുത്ത് ഇവളോടെ ചിലപ്പോ 2, 3 ഒക്കെ ആവും. ഇവളോടെ പോയി ചോറ് കൊടുക്കുമ്പോ ഇവള് കഴിക്കില്ല. എരിയുണ്ടോ പാപ്പി? എരിവുണ്ടോ? മീൻകറി എരിവുണ്ടോ? മീൻ വറുത്തതാണ് എരിവ്. പാപ്പിക്കാണെങ്കിൽ മീനാണ് ഇഷ്ടം. മീൻ വറുത്തതാ. അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അല്ലേ പാപ്പിയേ? അപ്പൊ എന്തായാലും ചോറുണ്ടിട്ട് അത് ഈ വീഡിയോ നാളേക്കേ വരുള്ളൂ. നാളെ വൈകുന്നേരത്തെ ഇടുള്ളൂ. ഇന്നേക്കല്ലേ ലൈവിൽ പോണത് 9 മണിക്ക്. അത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് 9 മണിക്ക് ലൈവിൽ വരുന്നുണ്ടെന്ന്. അപ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ടാറ്റാ ബൈ പറയും ജോഷി. ടാറ്റാ പറയേ. ടാറ്റ. അച്ഛനാണ് മര്യാദ. ചോറിനാണ് കൈ കൊണ്ട്, വലത് കൈ കൊണ്ട് ടാറ്റ കാണിച്ചു, നീ ഇടത് കൈ കൊണ്ട് ടാറ്റ കാണിച്ചു. പക്ഷെ വീഡിയോയിൽ നീ കാണിച്ചതാണ് ശരി, നിന്റെ കൈ വലത് കൈ ആയി തോന്നും. അപ്പോൾ പാപ്പി ഇവിടെ ഇരുന്ന് ചോറൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം, വൈകുന്നേരത്തെ വിശേഷം ഇതൊക്കെയാണ്. അപ്പോൾ നാളേക്ക് നമ്മൾ പുതിയ വിശേഷമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ. പാപ്പിൻ്റെ കളിയും ചിരിയും ചോറും എല്ലാം ചായ കുടിക്കലൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഇനി.